ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ബാംഗ്ലൂർ പോയതിൻ്റെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. ഇവരിവിടെ വീട് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അതുമാത്രമല്ല കേട്ടോ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ട്രിപ്പും കൂടി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ അവിടെയാണ് സ്റ്റേ. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങി. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഈ ഒരു പാർക്കിലേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. ഇതാണ് കേട്ടോ ബന്നാർഘട്ട നാഷണൽ പാർക്ക്. നമ്മളിവിടെ എത്തിയ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ വലിയൊരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ അവിടെ പോയി കുറച്ച് സമയമൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മൾ സഫാരിക്ക് പോകാനുള്ള ടിക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബഗ്ഗി ഉണ്ട്. നമ്മൾ ബഗ്ഗിയിലാണ് പോകുന്നതെങ്കിൽ ഇവിടെയുള്ള അനിമൽസിനെ ഇങ്ങനെ കൂട്ടിലിട്ടേക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. കുട്ടീസൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സഫാരി തന്നെ എടുത്തത്. കാരണം അവർക്ക് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അനിമൽസൊക്കെ തൊട്ടടുത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് സഫാരിയാണ് കേട്ടോ ബെറ്ററായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള ബോട്ടിലുകളും ഒന്നും അകത്തേക്ക് കയറ്റാൻ പാടില്ല കേട്ടോ. അതൊക്കെ അവർ ചെക്ക് ചെയ്ത് പുറത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറാൻ പാടുള്ളൂ. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒത്തിരി സമയം ക്യൂ നിന്ന്, അതുപോലെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഒത്തിരി നേരം ഇരിക്കണം കേട്ടോ. അതിന് ശേഷമാണ് അവർ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് വണ്ടിയിൽ കയറ്റുള്ളൂ. അങ്ങനെ നമുക്കുള്ള വണ്ടി വന്നു. നമ്മൾ അതിൽ കയറി ഇതേ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇത് ട്രിപ്പ് തുടങ്ങുന്ന സമയത്തൊന്നും ഇങ്ങനെ അനിമൽസിനെ ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല കേട്ടോ. ഇവർക്ക് വേണ്ടിയിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് നമുക്കും കാണാൻ പറ്റുള്ളൂ. ഈ ഒരു റൈഡ് ഒരു 13 കിലോമീറ്ററാണ് കേട്ടോ. അത് 45 മിനിറ്റ് കൊണ്ടാണ് അവരത് തീർക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് മാനിനെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോഴേക്കും കാട്ടുപോത്തിനെയും കണ്ടു. അതിനുശേഷം ആനയായിരുന്നു കേട്ടോ. ആനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തിരി ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, കുട്ടി ആനകളും ഒക്കെ ആയിട്ട്. ഓരോ അനിമൽസിൻ്റെ ഏരിയയിലേക്ക് എത്തുമ്പോഴും നമുക്ക് ഇവർ വണ്ടി കുറച്ച് സമയം നിർത്തി തരും കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ വേണ്ടിയിട്ട്.
ഒത്തിരി അനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ലെപ്പേർഡ്, ലയൺ, പുലി, അതുപോലെ കരടിയൊക്കെ ഉണ്ടായിരുന്നു, വെള്ളക്കടുവ, ഇതിനൊക്കെ കണ്ടു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നേരെ തന്നെ നല്ല ഭംഗിയായിട്ട് നടന്നു വന്നതാണ് കേട്ടോ കരടി. എല്ലാവരും കൂടി അതിനെ കണ്ടപ്പോഴേക്കും സൗണ്ടും ബഹളമൊക്കെ വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് ഓടിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കുട്ടീസിനാണെങ്കിൽ ഇതൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. അവർ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.